Good morning, Rahul. Good morning. Okay, can those of the voice on here now? Voice on here now. The Galan of the Galandon. There are. Okay, I'm like kind of some points some coverage. Points coverage with you. Factors influencing employee relations. Organization factors very analytical. Maximum current allow for an arthanate or vice note for a bit depression, a bit is the class in Dr. Can identify the continuation. Okay, last point we discuss no. Marianilia. I snow on the some vice no committee lady. Anyway, and then last point you went over now. നമ്മുടെ വ്യത്യസ്ത കാര്യങ്ങൾ അല്ലെ നമുക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം പല ഘടകങ്ങളും ഈ എംപ്ലോയീസിന്റെ റിലേഷനുമായി ബന്ധപ്പെട്ട് വരുന്നു എന്നുള്ള കാര്യം നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ അതിലെ എക്കണോമിക് ഫാക്ടേഴ്സ്, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സ്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ് ആൻഡ് ഗ്ലോബൽ ഫാക്ടേഴ്സ്. അതായത് എല്ലാ ഘടകങ്ങളും തീർച്ചയായിട്ടും എംപ്ലോയിയുടെ നല്ലൊരു റിലേഷൻഷിപ്പ്, അതായത് ആ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്ത് പോകണമെങ്കിൽ എല്ലാവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം അല്ലെ. അത് രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും അതേമാതിരി തന്നെ ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ സോഷ്യൽ കൾച്ചറൽ എല്ലാ രീതിയിലും ടെക്നോളജിക്കലൊക്കെ ആയിട്ടാണെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടത്തിനോടൊപ്പം തന്നെ ചലിച്ചു മുന്നേറി പോകണം അല്ലെ. അപ്പോ ലാസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഗ്ലോബൽ ഫാക്ടേഴ്സ് ആണ്. എന്താണ് ഗ്ലോബൽ ഫാക്ടേഴ്സിൽ പറയുന്നത്? These factors include global differences, international relations, economic, political principles, functions of ILO, then foreign trading agreements and relations, economic and trading policies of power blocks, global cultural environment, international labor agreements, etc. അതായത് നമ്മൾ ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ നമുക്ക് ചില നിയമങ്ങളെല്ലാം അവിടെ കൂടിയിരുന്ന് ആലോചിച്ച് രൂപകൽപ്പന ചെയ്യാൻ പറ്റില്ല അല്ലെ. നമ്മുടെ ഇൻഡസ്ട്രി ചില നിയമങ്ങളെല്ലാം ഫോളോ ചെയ്ത് പോകണം. അതായത് എവിടെയെങ്കിലും ഒരു ഇന്റർനാഷണലി അതായത് ഗ്ലോബലി എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, മറ്റു രാജ്യങ്ങളിലും എല്ലാം ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് മുന്നേറി പോകേണ്ട ചില വ്യവസായ സംരംഭങ്ങളാണെങ്കിൽ എല്ലായിടത്തും ഒരേ നിയമങ്ങളൊക്കെ പാലിച്ചു പോകണം. എല്ലാവരോടും നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം അല്ലെ. ഇന്റർനാഷണൽ റിലേഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു ബന്ധമല്ല അല്ലെ. അവിടെ എഗ്രിമെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പ്രധാനമായിട്ടും ഗവൺമെന്റും കാര്യങ്ങളൊക്കെ അവിടെ എഗ്രിമെന്റിൽ ഒപ്പിച്ചു, ഈ വ്യവസായ സംരംഭങ്ങളിൽ ഒപ്പിച്ചു, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ അല്ലെ ഇറക്കുമതി എന്താണ് ഇമ്പോർട്ടിന് എക്സ്പോർട്ടിന് അല്ലെങ്കിൽ എന്താണ് കുറച്ച് നികുതി ഏർപ്പെടുത്തുന്നതിലൊക്കെ കുറച്ച് ഇളവ് വരുത്തി, അങ്ങനെയൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ കൈകാര്യം ചെയ്യുന്നത്? എല്ലാവരുമായിട്ടും നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് പോകുന്നതിനാണ്. വ്യവസായ സംരംഭങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമാണ് വ്യവസായത്തിന് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത്, വളർച്ച ഉണ്ടാവുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഒക്കെയാണോ? എന്താണ് ഗ്ലോബൽ ഫാക്ടേഴ്സ് എന്നുള്ളത്? ഒക്കെയാണോ? ഒക്കെയാണ്. അപ്പോ മനസ്സിലാക്കി തന്നെ പോവാ.
നമ്മൾ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും ഗ്ലോബലി ഇന്റർനാഷണലി ആയിട്ടുള്ള ഒരു ബന്ധം അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. അതല്ലാത്ത പക്ഷം നമുക്കറിയാം അവിടെ വ്യവസായത്തിന് വികസനം ഇല്ലാതെ വരും അല്ലെ. അപ്പൊ ഗ്ലോബൽ ഡിഫറൻസസ് എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അല്ലെ നമുക്ക് എപ്പോഴും അറിയാം അവിടുത്തെ അല്ലെ പ്രൈസിങ് കാര്യങ്ങളിലൊക്കെ വേരിയേഷൻസ് നമ്മളെപ്പോഴും എന്താണ് രൂപയുടെയും അതിന്റെയൊക്കെ മൂല്യങ്ങളെല്ലാം തന്നെ ഒന്നിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതോടെ എല്ലാം ഒന്നിച്ച് ബിസിനസ് പോയിന്റ് ആകുമ്പോൾ നമുക്കറിയാം വ്യവസായ സംരംഭങ്ങളിലെല്ലാം ഡീലിങ്സുകൾ നടത്തണം അല്ലെ. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കും മൂല്യം ഉണ്ടാവണം, ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കും അതിനനുസരിച്ചിട്ട് മൂല്യം കൈവരിക്കണം അല്ലെ. തീർച്ചയായിട്ടും നമുക്കറിയാം ഒറ്റയ്ക്ക് ഒരു ഗണമായിട്ട് എന്റെ രാജ്യത്ത് ഉത്പാദിപ്പിക്കുന്നത് മാത്രം അല്ലെ അങ്ങനെ ഒരു കൺസെപ്റ്റ് നമുക്കറിയാം ഗാന്ധിജിയുടെ കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം അത് അവര് ഒരുപാട് നമ്മളെ കൊണ്ട് അടിമകളെ പോലെ പണിയെടുപ്പിക്കുന്ന കാലഘട്ടമൊക്കെ ആയതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു പ്രസ്താവനകളൊക്കെ ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടൊക്കെ നമ്മൾ മുന്നോട്ട് ചെന്നിരുന്നു, സമരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഇന്റർനാഷണലി നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തുകൊണ്ട് അല്ലെ ആർക്കും ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാനായിട്ടുള്ള എനിക്ക് തോന്നുന്നു നമ്മുടെ രാജ്യത്ത് തന്നെ മറ്റു കൺട്രികളുടെ എത്രയോ വ്യവസായ സംരംഭങ്ങൾ ഇവിടെ ഡെവലപ്പ് ചെയ്തു വരുന്നു. നമ്മൾ അല്ലെ പുറത്തു പോയി മറ്റു കൺട്രികളിലൊക്കെ നമ്മളുടെ അല്ലെ രാജ്യത്തിന്റെ കുറെ വ്യവസായ സംരംഭങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മിക്ക വ്യവസായ സംരംഭങ്ങളിലും മറ്റു രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റു തൊഴിലാളികൾ അല്ലെ നമ്മുടെ രാജ്യത്തിൽ നിന്ന് ഇപ്പൊ എല്ലാവരും പുറത്തേക്കാണ് പോകുന്നത് അല്ലെ. അതായത് ഹ്യൂമൻ റിസോഴ്സസ് അവിടെയാണ് കൂടുതലായിട്ടും വർക്ക് ചെയ്തിട്ട് ഫണ്ട് നമ്മുടെ കൺട്രിയിലേക്ക് വരുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് പോകേണ്ടതാണ്. ഗ്ലോബൽ ഡിഫറൻസസ്, ഇന്റർനാഷണൽ റിലേഷൻസ്, എക്കണോമിക് പൊളിറ്റിക്കൽ പ്രിൻസിപ്പിൾസ് അല്ലെ സാമ്പത്തിക രാഷ്ട്രീയമായിട്ടുള്ള തത്വങ്ങളൊക്കെ നമ്മൾ പാലിച്ചു പോകണം അല്ലെ. ഏതൊരു ഇൻഡസ്ട്രി ആണെങ്കിലും എവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും അവിടെ അതിന് ഡെവലപ്മെന്റ് ഉണ്ടാവോ, പൊളിറ്റിക്കൽ സപ്പോർട്ട് കിട്ടോ അല്ലെ, സാഹചര്യങ്ങൾ അനുകൂലമാവോ എന്നൊക്കെ കൺസിഡർ ചെയ്തിട്ട് മാത്രമാണ് അവിടെ അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോ ഫങ്ഷൻസ് ഓഫ് ILO തീർച്ചയായിട്ടും നമുക്കറിയാം ഇന്റർനാഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിശ്ചിതമായിട്ട് തന്നെ പാലിച്ചു പോകണം. ഫോറിൻ ട്രേഡ് എഗ്രിമെന്റ്സ് ആൻഡ് റിലേഷൻസ് നമുക്കറിയാം എല്ലാ തരത്തിലുള്ള എഗ്രിമെന്റുകളും അല്ലെ ഒപ്പുവെക്കലും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നല്ലൊരു ബന്ധം അവിടെ ആവശ്യമാണ്. Then relations, economic and trading policies of power blocks, the global cultural environment, international labor agreements. തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാം അല്ലെ അവിടെ കൾച്ചറൽ ആയിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള എന്തെങ്കിലും പശ്ചാത്തലങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ടെങ്കിൽ ആ ഒരു രീതി മാത്രം അവലംബിച്ച് ആ ഇൻഡസ്ട്രിക്ക് ഡെവലപ്പ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഇതല്ല ഞങ്ങളുടെ സ്റ്റാറ്റസ് ഇങ്ങനെയാണ് അല്ലെ, ഞങ്ങളുടെ കൾച്ചർ നേച്ചർ ഇതാണ്, ഈ ഒരു നേച്ചർ മാത്രമാണ് ഇവിടെ ഈ ഒരു സ്ഥാപനത്തിനോട് ചേർന്ന വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ വാശി പിടിച്ചാൽ ചിലപ്പോൾ വേണമെങ്കിൽ ആ വ്യവസായ സംരംഭത്തിന് ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. സോ നമ്മളെല്ലാം തന്നെ അല്ലെ എനിവേ ഏതാണോ ശ്രദ്ധിക്കേണ്ടത് അതനുസരിച്ചിട്ട് തന്നെ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നത്. നാഷണലി ആണെങ്കിലും ഇന്റർനാഷണലി ആണെങ്കിലും അല്ലെ. ഇൻ കേസ് നമുക്കറിയാം നമ്മൾ സ്റ്റേറ്റുകൾ തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് സ്റ്റേറ്റ് വൈസ് ചെയ്ത് നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ അല്ലെ. ഒരു പ്രദേശത്തിന്റെ മാത്രം കാര്യങ്ങൾ മാത്രം അല്ലെങ്കിൽ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാത്രം നമുക്ക് ഒബേ ചെയ്ത് അനുസരിച്ച് മാത്രം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. നാഷണലി, ഇന്റർനാഷണലി, ഗ്ലോബലി നമ്മൾ അല്ലെ ആഗോള തലത്തിലുള്ള എന്തെങ്കിലും നിയമങ്ങൾ എഗ്രിമെന്റുകളൊക്കെ പാലിച്ചു പോകേണ്ട വ്യവസായ സംരംഭങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം തന്നെ മനസ്സിലാക്കി കൃത്യമായിട്ട് പാലിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. സോ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഗ്ലോബൽ ഫാക്ടേഴ്സും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് ആഗോളതലത്തിലുള്ള റിലേഷൻഷിപ്പും അവിടെ ഒരു അവിഭാജ്യ ഘടകമാണ്. ഓക്കെ, എന്തൊക്കെയാണ് ഗ്ലോബൽ ഫാക്ടേഴ്സ് എന്നുള്ള രീതിയിൽ ചോദ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം ഈ പറയുന്ന പോയിന്റ്സുകൾ അല്ലെ. എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഗ്ലോബൽ ഡിഫറൻസസ്, ഇന്റർനാഷണൽ റിലേഷൻസ്, എക്കണോമിക് പൊളിറ്റിക്കൽ പ്രിൻസിപ്പിൾസ്, ഫങ്ഷൻസ് ഓഫ് ILO, foreign trade agreements and relations, economic and trading policies of power blocks, then global cultural environment, international labor agreements അല്ലെ. അവിടെ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഫാക്ടേഴ്സിൽ ഗ്ലോബൽ ഫാക്ടേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ ആണോ? നമുക്ക് നോക്കാനുള്ള നെക്സ്റ്റ് ഒരു ഭാഗം എന്ന് പറയുന്നത് അപ്രോച്ചസ് ഓഫ് എംപ്ലോയർ റിലേഷൻസ്. ഈ പറയുന്ന റിലേഷൻഷിപ്പില് ബന്ധത്തില്
നമ്മളുടെ എംപ്ലോയേഴ്സിനുള്ള സമീപനങ്ങൾ അല്ലെ, തൊഴിലാളികളുടെ സമീപനങ്ങൾ എന്താണെന്നുള്ളതാണ്. അതായത് നമ്മൾ പറഞ്ഞു നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് എവിടെയും കീപ്പ് ചെയ്ത് പോകണം, അതാണ് തീർച്ചയായിട്ടും നമ്മുടെ ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമെന്ന് നമ്മൾ എടുത്ത് പറഞ്ഞു. സോ അവിടെ അപ്രോച്ചസ് നോക്കുകയാണെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള അപ്രോച്ചസ് ഇവിടെ കൃത്യമായിട്ട് ഡയഗ്രാം ചാർട്ടിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്രോച്ചസ് ഓഫ് എംപ്ലോയർ റിലേഷൻസ്, സൈക്കോളജിക്കൽ അപ്രോച്ച്, സോഷ്യോളജിക്കൽ അപ്രോച്ച്, സോഷ്യോ എത്തിക്കൽ അപ്രോച്ച്, ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്, ഗാന്ധിയൻ അപ്രോച്ച് ആൻഡ് ഡെവലപ്പ് സിസ്റ്റം അപ്രോച്ചസ്. ഓക്കെയാണോ? ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി ചാർട്ടില് നമുക്കപ്പോ ഇൻഫ്ലുവൻസിന്റെ കാര്യമാണെങ്കിൽ നമ്മളവിടെ കൃത്യമായിട്ടൊരു ഡയഗ്രാം കാണിച്ചിരുന്നു അല്ലെ. അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ അപ്രോച്ചസിന്റെ കാര്യത്തിലും അവിടെ ഡയഗ്രാം തന്നിട്ടുണ്ട്. സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു സമീപനം, സോഷ്യോളജിക്കൽ അപ്രോച്ച്, സോഷ്യോ എത്തിക്കൽ അപ്രോച്ച്, ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്, ഗാന്ധിയൻ അപ്രോച്ച് ആൻഡ് ഡെവലപ്പ് സിസ്റ്റം അപ്രോച്ച്. ഇനി വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം എന്താണ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള സമീപനം. എംപ്ലോയി റിലേഷൻസിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള സമീപനം എന്താണെന്ന് വെച്ച് നോക്കാം. The psychological approach views the issues of industrial relations are as intensely embedded in the attitude and the perception of the key participants. Okay, നമുക്കറിയാം അവിടെ അത് ഒരു സ്ഥാപനം അല്ലെ, ഒരു വ്യവസായ സംരംഭത്തിലെ തൊഴിലാളികളും മറ്റ് അനവധി റിലേഷൻഷിപ്പ് ഒക്കെ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ കണ്ടു. അപ്പൊ അവരവർക്ക് അവരുടേതായിട്ടുള്ള ധാരണകൾ, പെർസെപ്ഷൻ അല്ലെ, അവരുടെ ധാരണകളും ആറ്റിറ്റ്യൂഡുകളൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും ആ മനോഭാവത്തിന്റെ ഉൾവിളിയിലൂടെ തന്നെയായിരിക്കും അവരവിടെ പ്രവർത്തിക്കുന്നത് അല്ലെ. സൈക്കോളജിക്കലായിട്ട് അല്ലെ, സൈക്കോളജിക്കലായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ സമീപനങ്ങൾ, അവിടെയുള്ള എംപ്ലോയീസിനാണെങ്കിലും എംപ്ലോയർക്കാണെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള സമീപനങ്ങളായിരിക്കും ഉണ്ടാവുക. ആ ഒരു ധാരണ വെച്ച് തന്നെയായിരിക്കും അവരവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പോകുന്നത്. Then Mason Harris study the impact of a perception of an individual on his own behavior. Okay, സ്വന്തം അല്ലെ നമ്മുടെ പെരുമാറ്റ ശാസ്ത്രത്തിന്റെ സ്വന്തം ബിഹേവിയർ അനുസരിച്ചിട്ട് തന്നെയായിരിക്കും അവരത് അവിടെ പ്രവർത്തനത്തില് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഉൾക്കൊണ്ട് പോകുന്നത്. അതായത് തൊഴിൽ ചെയ്യുന്ന രീതിയിലൊക്കെ നമുക്കറിയാം അവരവർക്ക് അവരവരുടേതായിട്ടുള്ള സമീപനം, മീൻസ് എംപ്ലോയിക്ക് എംപ്ലോയിയുടേതായിട്ടുള്ള വീക്ഷണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയർക്ക് എംപ്ലോയറുടേതായിട്ടുള്ള ഒരു പെർസെപ്ഷൻ ഉണ്ട്. Okay, in this study, behavior of two dissimilar group, that is executives and the union leaders, are analyzed with the help of a TAT, thematic apperception test. അതായത് ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡിസിമിലർ ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ആണ് ഇരു ഭാഗത്തുമുള്ളത്. അതായത് എക്സിക്യൂട്ടീവിന്റെ നോക്കുകയാണെങ്കിൽ യൂണിയൻ ലീഡേഴ്സിനെയൊക്കെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചതാണ്, എംപ്ലോയിയും എംപ്ലോയറും തമ്മിൽ വേരിയേഷൻ ആയിട്ടുള്ള ഒരു നേച്ചർ ആയിരിക്കും. എംപ്ലോയർക്ക് വേണ്ടിയിട്ട് മാനേജ്മെന്റും എംപ്ലോയിക്ക് വേണ്ടിയിട്ടും യൂണിയൻ ലീഡേഴ്സ് ഒക്കെ നിലകൊള്ളുന്നതൊക്കെ നമ്മൾ പഠിച്ചു പോയതാണ്. സോ അവര് ആ ഒരു നേച്ചറിൽ തന്നെയായിരിക്കും ഓരോ കാര്യത്തിനെയും വീക്ഷിക്കുന്നത് അല്ലെ. അവിടെ TAT, തെമറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. എന്താണ് ഈ തെമറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്നുള്ളത്? ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ടു കണ്ടക്ട് ദ ടെസ്റ്റ്, a photograph of an ordinary middle-aged person was taken as input. അതായത് ഈ ഒരു തെമറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് പ്രകാരം നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള പേഴ്സണെ ഒരു ഇൻപുട്ട് ആയിട്ട്, അതായത് അതാണ് അതിൽ നിന്നാണ് റിസൾട്ട് വരുന്നത്. ഇൻപുട്ട് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മിഡിൽ ഏജ്ഡ് പേഴ്സൺ ആണ്. And it was expected from both the groups to give their ratings. Okay, മിഡിൽ ഏജ്ഡ് പേഴ്സൺസിന് രണ്ട് വിഭാഗക്കാരും, എക്സിക്യൂട്ടീവ് ആണെങ്കിലും നമുക്കറിയാം എംപ്ലോയിയുടെ ഭാഗത്തു നിന്നും എംപ്ലോയറുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിഷനാണ് അവിടെ വരുന്നത്. രണ്ട് ഭാഗത്തു നിന്നും രണ്ട് തരത്തിലുള്ള റേറ്റിംഗ്സ് ആണ് ഈ ഒരു പേഴ്സൺ, ഒരു എക്സാമ്പിൾ ആണല്ലോ ഈ ഒരു മിഡിൽ ഏജ്ഡ് പേഴ്സണെ റേറ്റിംഗ് ചെയ്യുന്നത്. നോക്കാം. The photograph was rated by the groups in a different manner. That is, the union leaders referred to the person in the photograph as a manager, while the group of executive identified it as their union leader in the photograph. Okay, ഒരു യൂണിയൻ ലീഡറിനെ നമുക്കറിയാം, അവര് പറയുന്നത് ഉൾക്കൊള്ളാനായിട്ടായിരിക്കും എംപ്ലോയീസ് അല്ലെ അവിടെ നിലകൊള്ളുന്നത്. കാരണം അവരുടെ പ്രതിനിധിയായിട്ടാണ് യൂണിയൻ ലീഡറിനെ അവിടെ നിയോഗിക്കുന്നത്. സോ
അവരെ മാനേജർ പൊസിഷനിൽ അദ്ദേഹം അല്ലെ എംപ്ലോയീസ് ഒക്കെ മാനേജർ പൊസിഷനിൽ യൂണിയൻ ലീഡേഴ്സിനെ വീക്ഷിക്കുമ്പോൾ എക്സിക്യൂട്ടീവ് പക്ഷക്കാരെ വീക്ഷിക്കുന്നത് യൂണിയൻ ലീഡർ എന്താണ് എക്സിക്യൂട്ടീവ് ഐഡന്റിഫൈഡ് ആസ് ദ യൂണിയൻ ലീഡർ ഇൻ ദ പ്രോട്ടോകോൾ. എക്സിക്യൂട്ടീവ് പക്ഷത്തില് മാനേജ്മെന്റിന്റെ പക്ഷത്തിൽ നിന്ന് നോക്കുമ്പോൾ അദ്ദേഹം ഒരു യൂണിയൻ ലീഡർ ആണ് എന്നൊരു കൺസിഡറേഷൻ ആണ്. അതേസമയം എംപ്ലോയീസിനെ വെച്ച് നോക്കുമ്പോൾ യൂണിയൻ ലീഡർ ആണ് അല്ലെ ഇവരെ സംരക്ഷിക്കുന്നത് എന്നുള്ളൊരു വീക്ഷണത്തിലായിരിക്കും അവരുടെ സമീപനങ്ങളെല്ലാം. ഓക്കെ, തീർച്ചയായിട്ടും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആംഗിളിലായിരിക്കും. നമുക്കറിയാം എംപ്ലോയീസിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നത് യൂണിയൻ ലീഡർ ആണ് എങ്കിൽ എംപ്ലോയർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നത് മാനേജ്മെന്റ് ആണ്. അപ്പൊ മാനേജ്മെന്റും എംപ്ലോയറൊക്കെ യൂണിയൻ ലീഡറിനെ ഓക്കെ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു പേഴ്സൺ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. അതേസമയം എംപ്ലോയീസ് ഈ യൂണിയൻ ലീഡറിന് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കും. കാരണം ഞങ്ങളുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ടുള്ള ഒരു പ്രതിപുരുഷനായിട്ടാണ് ആര് നിൽക്കുന്നത്, യൂണിയൻ ലീഡർ നിൽക്കുന്നത്. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? രണ്ട് വ്യൂ പോയിന്റ്സ് അവിടെ വരില്ലേ? ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ടാക്ട് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക. തെമറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. ഓക്കെ, ഓരോരുത്തരും എന്താണ് വീക്ഷിക്കുന്നത് അതാണ് ആ ഒരു പെർസെപ്ഷനിലേക്കാണ് ഇവിടെ വിരൽചൂണ്ടുന്നത്. ടാക്ട്, തെമറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. Then it was concluded that the conflict between management and labor arises as every group negatively perceives to the other one. അതായത് നമുക്കറിയാം ഇരുകൂട്ടരും അവിടെ അല്ലെ ഇരുകൂട്ടരുടേതായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അല്ലെ. തൊഴിലുടമകൾക്ക് അല്ലെങ്കിൽ മാനേജ്മെന്റും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുമ്പോൾ തൊഴിലാളികളുടെ ലീഡർ ആയിട്ടാണ് യൂണിയൻ ലീഡർ നിലകൊള്ളുന്നത്. സോ അവർക്ക് ഇരുകൂട്ടർക്കും നെഗറ്റീവ്ലി പെർസീവ് ദ അതർ വൺ അല്ലെ. ഒരാളെ തീർച്ചയായിട്ടും അവർക്ക് എതിരാവാം എന്നുള്ളൊരു മനോഭാവത്തിലായിരിക്കും അവിടെ വീക്ഷിച്ചു പോകുന്നത്. ഇൻ കേസ് യൂണിയൻ ലീഡർ എന്തെങ്കിലും കാര്യങ്ങൾ ആശയങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവരുമ്പോഴും ഒരു നെഗറ്റീവ് അപ്രോച്ച് ആയിരിക്കും തൊഴിലുടമയ്ക്ക് അല്ലെങ്കിൽ മാനേജ്മെന്റിന് തോന്നുന്നത്. കാരണം എപ്പോഴും യൂണിയൻ ലീഡർ നിലകൊള്ളുന്നത് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ്. അവിടെ ഒരിക്കലും മാനേജർക്ക് അല്ലെങ്കിൽ എന്താണ് മാനേജ്മെന്റിന് എംപ്ലോയർക്ക് വേണ്ടിയിട്ടല്ല യൂണിയൻ ലീഡർ പ്രവർത്തിക്കുന്നത് എന്നുള്ള കൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അവര് നെഗറ്റീവ്ലി ആയിരിക്കും എന്ത് കാര്യങ്ങളും പറയുമ്പോഴും അല്ലെങ്കിൽ ഉന്നയിക്കുമ്പോഴൊക്കെ അത് ക്യാച്ച് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നെഗറ്റീവ്ലി പെർസീവ് ദ അതർ എന്ന് അവിടെ കൃത്യമായിട്ട് പറയുന്നത്. ഓക്കെ ആണോ? എന്താണ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള അപ്രോച്ച് എന്ന് പറയുന്നത്? ഒരു സൈക്കോളജിക്കൽ ശാസ്ത്രം അല്ലെ, ഒരു മനഃശാസ്ത്രമാണ് അത്. കാരണം യൂണിയൻ ലീഡർ എപ്പോഴും തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണല്ലോ വാദിക്കുന്നത്. സോ അവരെപ്പോഴും മാനേജ്മെന്റിന് അല്ലെങ്കിൽ എന്താണ് തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കഷനിൽ ഉൾപ്പെടുത്താൻ സാധ്യതയില്ല എന്നുള്ള മനോഭാവത്തിലായിരിക്കും അവരുടെ ഡീലിങ്സ് നടത്തുന്നത്. വലിയ കുഴപ്പമില്ലാതെ ഇരുകൂട്ടർക്കും ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എഗ്രിമെന്റിലേക്കാണ് അത് എത്തിപ്പെടുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്. ഓക്കെ, അപ്പൊ സൈക്കോളജിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു അവിടെ രണ്ട് കാര്യങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ആ ഒരു കാര്യമാണ് അവിടെ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക വൈകാട്ടായിട്ടൊന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു സമീപനം. ഓക്കെ, ജസ്റ്റ് നോക്കാം. അതിനുശേഷം നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്. എന്താണ് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചിൽ പറയുന്നത്? നോക്കാം. Elton Mayo was the founder of the human relation approach. This is school of thought was later extended by Roethlisberger, Whitehead, W.F. Whitfield, and Homans, who gave a rational view of the characteristics of industrial complex and termite. അതായത് ഈ എൽട്ടൺ മയോ നമുക്കറിയാം, അദ്ദേഹമാണ് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചിന്റെ ഫൗണ്ടർ എന്ന് വിശേഷിപ്പിക്കുന്നത്. എനിക്കിപ്പോഴും ചോദിച്ചു കാണാറുള്ളതാണ് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചിന്റെ ഫൗണ്ടർ ആരാണ് അല്ലെ. അത് ആരാണ്? എൽട്ടൺ മയോ ആണ്. മനസ്സിലാക്കി തന്നെ പോവാ. എൽട്ടൺ മയോ അല്ലെ, ആരാണ്? എൽട്ടൺ മയോ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചിന്റെ ഫൗണ്ടർ ആണ്. അത് അല്ലെ അവിടെ പറയുന്നുണ്ട് സ്കൂൾ ആ ഒരു അവിടെ നിന്നാണ് അത് വികസിപ്പിച്ചെടുത്തത്. അതൊന്നും നിങ്ങൾ കൈകാട്ട് പഠിക്കണമെന്നില്ല. പക്ഷെ എൽട്ടൺ മയോന്റെ പേര് കൈകാട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചിന്റെ ഫൗണ്ടർ ആണ്. Then who gave a rational view of the characteristics of industry conflicts and harmony.
നമുക്കറിയാം ഇവിടെ തർക്കങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഏകോപനത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു നാഷണൽ വ്യൂ പോയിന്റ് ആണ് അവിടെ കാഴ്ചവെക്കുന്നത്. This approach emphasizes on those policies and method that can be implemented to improve the workers' employees' self-esteem, competence, and job satisfaction. Okay. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നമ്മൾ ഒരുപാട് പോളിസികൾ നയങ്ങളും കാര്യങ്ങളൊക്കെ മെത്തേഡ്സ് ഒക്കെ രൂപകൽപ്പന ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നടപ്പാക്കി പോകുമ്പോൾ അവിടെ പ്രാധാന്യത്തോടു കൂടി കൊടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വർക്കേഴ്സിന്റെ അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ ആത്മാഭിമാനം, അവരുടെ സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി, അല്ലെ അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് നൽകുന്ന, എനർജി കിട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള നയങ്ങളാണ് രൂപകൽപ്പന ചെയ്യേണ്ടത്. Then it also help to maintain peaceful relation between labor and management. അവർക്ക് പൂർണ്ണമായിട്ടും എംപ്ലോയികൾ അല്ലെ അവിടെയുള്ള വർക്കേഴ്സിന് പൂർണ്ണമായിട്ടും ഹെൽപ്ഫുൾ ആയിട്ടുള്ള പോളിസികൾ രൂപീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ പീസ്ഫുൾ സമാധാന അന്തരീക്ഷത്തോട് കൂടിയിട്ട് പോവാനായിട്ട് സാധിക്കും അല്ലെ. തൊഴിലാളികളും മാനേജ്മെന്റും അല്ലെങ്കിൽ തൊഴിലുടമയും എംപ്ലോയി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, കോൺഫ്ലിക്ട്സുകളൊന്നും ഇല്ലാതെ ഏകോപനത്തോട് കൂടിയിട്ട് പോകാനായിട്ട് സാധിക്കും. അതായത് അവിടെ സമാധാനം, പീസ് അല്ലെ, പീസ്ഫുൾ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നാണ് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചിൽ പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു പോയിന്റ് ആണ് അവിടെ നോട്ട് ചെയ്ത് പഠിക്കേണ്ടത്. എന്താണ്? പോളിസി ആൻഡ് മെത്തേഡ്സ് ക്യാൻ ബി ഇംപ്ലിമെന്റഡ് ടു ഇംപ്രൂവ് ദ വർക്കേഴ്സ് ഓർ എംപ്ലോയീസ് സെൽഫ് എസ്റ്റീം, കോമ്പിറ്റൻസ് ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ അല്ലെ. എപ്പോഴും രൂപകൽപ്പന ചെയ്യേണ്ടത് എന്താണ്? അവിടുത്തെ എംപ്ലോയീസിനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ആത്മാഭിമാനത്തിന് അല്ലെ അവരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള പോളിസികൾ രൂപീകരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും സമാധാനപൂർവ്വമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ആര് പറയുന്നത്? ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചിൽ എൽട്ടൺ മേയോ അവകാശപ്പെടുന്നത്. ഓക്കെ, അത് ശരിയായ കാര്യമായിരിക്കും അല്ലെ. എംപ്ലോയി ഹാപ്പി ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ വർക്ക് ചെയ്യും. എന്താണ്? റിട്ടേൺ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ തൊഴിലുടമ ഒരുപാട് റിസ്ക് എടുക്കാനായിട്ട് അല്ലെ തീർച്ചയായിട്ടും തയ്യാറാവില്ല. ഫേവറബിൾ ആയിട്ടുള്ള ഒരു റിട്ടേൺ എംപ്ലോയിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത് ആവശ്യമാണ് അല്ലെ. അവര് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അല്ലെ അതനുസരിച്ചിട്ട് തന്നെ പോളിസികൾ രൂപീകരിക്കാനായിട്ട് തൊഴിലുടമ തയ്യാറാവും. ഓക്കെ അല്ലെ. ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് എന്താന്നുള്ളത് ഓക്കെ, പോയിന്റും ജസ്റ്റ് നോട്ട് ചെയ്തില്ലേ? 2 പോയിന്റ്സ് ഉണ്ട്. ആരാണ് ഫൗണ്ടർ എന്നുള്ളത്, എന്താണ് ഈ അപ്രോച്ചില് സമീപിക്കല്, എന്താണ് പ്രത്യേകമായിട്ട് പറയുന്നത് നയങ്ങളൊക്കെ മെത്തേഡുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എംപ്ലോയിയുടെ കൺസിഡറേഷൻ അല്ലെ അവിടെ സെൽഫ് എസ്റ്റീം, കോമ്പിറ്റൻസ് ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ടുള്ള നയങ്ങൾ രൂപീകരിക്കുക. നെക്സ്റ്റ് സമീപനം എന്ന് പറയുന്നത് സോഷ്യോളജിക്കൽ അപ്രോച്ച്. ഓക്കെ, എന്താണ് സോഷ്യോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്? നമ്മൾ ഒരു ഓർഗനൈസേഷൻ ആണ്, വലിയൊരു കമ്പനി ആണെങ്കിൽ നമുക്കറിയാം വ്യത്യസ്ത എംപ്ലോയീസ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത് അല്ലെ. അവർക്ക് ക്വാളിഫിക്കേഷൻ ഒക്കെ ചിലപ്പോൾ ഒരു പക്ഷേ സെയിം ഒക്കെ ആയിരിക്കും അല്ലെ. അവർ ഇന്ന യോഗ്യത എന്ന് വെച്ചുകൊണ്ട് സെലക്ഷനും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ക്വാളിഫിക്കേഷൻ ഒക്കെ ചിലപ്പോൾ ഒരു പക്ഷേ സെയിം ആയിരിക്കും. ചിലപ്പോൾ ഓവർ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഉണ്ടാവുമോ? ഓവർ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഉണ്ടാവും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അത് നമുക്ക് എഗ്രി ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല, അവരുടെ ക്വാളിഫിക്കേഷനും നോളജും മാത്രമല്ല, അവരുടെ ക്യാരക്ടറുകളിലും എല്ലാം തന്നെ ഒരുപോലെ വ്യത്യസ്തമായിരിക്കും അല്ലെ. അവരുടെ ഫീലിങ്സ്, ആഗ്രഹങ്ങള്, അല്ലെങ്കിൽ അവരുടെ മനോഭാവങ്ങള്, പെരുമാറ്റ ശാസ്ത്രങ്ങള് അല്ലെ പെരുമാറ്റ രീതികള് എല്ലാം തന്നെ വ്യത്യസ്തമായിരിക്കും അല്ലെ. വ്യത്യസ്തമായിരിക്കില്ലേ? ഭൂരിഭാഗവും അല്ലെ. നമുക്കറിയാം ക്വാളിഫിക്കേഷൻ ഒരു പക്ഷെ ഭൂരിഭാഗം ചിലപ്പോൾ വേണമെങ്കിൽ സാമ്യം കാണുമായിരിക്കാം അല്ലെ. ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ ചിലപ്പോൾ അതിലൊരു സാമാന്യം ഒരു അല്ലെ ഏകോപനം ഉണ്ടാവായിരിക്കും. പക്ഷെ ഈ പറയുന്ന ആഗ്രഹങ്ങളും ഫീലിങ്സുകളും അല്ലെ അതേ പറഞ്ഞ മാത്രമേ പെരുമാറ്റ രീതികളും മനോഭാവങ്ങളൊക്കെ തീർത്തും വ്യത്യസ്തമായിരിക്കും. കാരണം നമുക്കറിയാം ഹ്യൂമൻ ബിഹേവിയർ ഓൾവേസ് അല്ലെ എല്ലായ്പ്പോഴും ഡിഫറെന്റ് ആണ് അല്ലെ. വ്യത്യസ്ത ക്യാരക്ടറായിട്ട് കൂടിയിട്ടുള്ള പേഴ്സൺസ് ആണ് ഉണ്ടാവുന്നത്. സോ തീർച്ചയായിട്ടും നമുക്കറിയാം അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ എന്തായാലും കമ്പനിയിലാണെങ്കിലും ഏതൊരു ഫേമിലാണെങ്കിലും വർക്ക് ചെയ്യുന്നവരുടെ ഇടയിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ സോഷ്യൽ അപ്രോച്ച് നോക്കുകയാണെങ്കിൽ the social approach compares the industry to a small social world that consists of a mix of various people and a group having different types of personalities,
academic background, family upbringing, feelings, like and dislikes, as well as other personal factors like attitude, behavior, etc. Okay, നമ്മള് പറഞ്ഞ മാതിരി ചെറിയ ഇൻഡസ്ട്രി ആണെങ്കിലും വലുതാണെങ്കിലും എന്താണെങ്കിലും ഒരുപാട് വ്യത്യസ്ത പേഴ്സൺസ് പീപ്പിൾസ് അവിടെ വർക്ക് ചെയ്യുകയാണെങ്കിലും അവരെല്ലാം തന്നെ വ്യത്യസ്ത ടൈപ്പിലുള്ള അല്ലെ വ്യക്തിത്വങ്ങളും ഫാമിലി ബാക്ക്ഗ്രൗണ്ടുകളും അല്ലെങ്കിൽ അവരുടെ അക്കാദമിക് ക്വാളിഫിക്കേഷനുകളും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അതേമാതിരി തന്നെ മറ്റു തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് മനോഭാവങ്ങളും സ്വഭാവ രീതികളൊക്കെ വ്യത്യസ്തമായിരുന്നു. Since no two members in an industrial society have a similar attitude and behavior, this leads to problems of conflict, disagreement, and a negative competition among the members. നമുക്കറിയാം ഒന്ന് രണ്ടുപേരെങ്കിലും ഒരേപോലെ എന്ന് പറയാൻ പോലും നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല അല്ലെ, അത് നിർവചിക്കാനായിട്ട് സാധിക്കില്ല. കാരണം എല്ലാവരും തന്നെ വ്യത്യസ്തമായിട്ടുള്ള ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഉള്ളവർ തന്നെയായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്കറിയാം കോൺഫ്ലിക്ട്സുകൾ, തർക്കങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. എന്തെങ്കിലും എഗ്രിമെന്റ് വരെ നമ്മൾ എത്തിപ്പെടാന്ന് വെക്കുമ്പോഴേക്കും ഒരു കൂട്ടം വിവാഹങ്ങളെങ്കിലും അതിനോട് യോജിക്കാത്തവരായിട്ട് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. സാധ്യതയുണ്ടോ? അല്ലെ, അങ്ങനെയാണ് അല്ലെ. ഡിഫറെന്റ് ആയിട്ട് ഉള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാധ്യത കൂടുതലാണ്. The issue involved in industrial relations are related to wages, working conditions, and labor welfare. ഓക്കെ, നമ്മളിങ്ങനെ പ്രോബ്ലംസ് ഉണ്ടാകും എന്ന് പറയുമ്പോൾ എന്ത് തരത്തിലുള്ള പ്രോബ്ലംസ് ആയിരിക്കും? തീർച്ചയായിട്ടും നമുക്കറിയാം അവര് ഒരേപോലെ തന്നെ നമുക്ക് വർക്കിംഗ് അവറൊക്കെ തന്നെയും ചിലർ നല്ല എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യും, ചിലര് ഇച്ചിരി കെയർലെസ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്, ചിലര് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവുമായിരിക്കും, പക്ഷെ ഔട്ട്പുട്ട് കുറവായിരിക്കും അല്ലെ. കാരണം അവരുടെ കഴിവും കാര്യങ്ങളൊക്കെ വേരിയേഷൻ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഔട്ട്പുട്ട് ചിലപ്പോൾ കുറവായിരിക്കും. അപ്പൊ അതനുസരിച്ചൊക്കെ നോക്കുമ്പോൾ വേജസ് ഒക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോ ചില അല്ലെ ഇതുകളൊക്കെ ഉണ്ടാവും. ഞാൻ ഇത്രയും ഉത്പാദിപ്പിച്ചു അല്ലെ, അവര് പക്ഷെ ഇത്രയും ടൈം അത്രയും ഉത്പാദിപ്പിച്ചുള്ളൂ അല്ലെ. പ്രൊഡക്ഷൻ ആയിട്ടുള്ള ബേസ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ അങ്ങനെ, അതല്ല എങ്കിലും സർവീസ് ഓറിയന്റഡ് ആണെങ്കിലും നമുക്കറിയാം അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ അവര് നിരത്തി വെക്കും. അതേപോലെ തന്നെ വർക്കിംഗ് കണ്ടീഷൻസ് അല്ലെ, എല്ലാവർക്കും ഇതേപോലെയുള്ള വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ കൊടുത്തില്ല എങ്കിൽ തന്നെ അവർ അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസുകളെല്ലാം അല്ലെ അവിടെ കൃത്യമായിട്ട് നിരത്തി വെക്കും. അതേപോലെ തന്നെ മറ്റു ക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലെ, ഏതെങ്കിലും രീതിയിൽ തൊഴിലുടമ എന്തെങ്കിലുമൊക്കെ ഫേവറബിൾ ആയിട്ടുള്ള നടപടികളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അവരെ അതിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യും. കാരണം അല്ലെ ചിലപ്പോ ഇൻ കേസ് നമുക്കറിയാം ബെനഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ തീരുമാനിക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ടൈമിനും ഹെൽപ്ഫുൾ ആയിട്ടായിരിക്കും തൊഴിലുടമ തീരുമാനിക്കുന്നതെങ്കിലും കുറച്ചു പേർക്കെങ്കിലും അതിനോട് യോജിക്കാൻ താല്പര്യം ഉണ്ടാവില്ല അല്ലെ. ഇപ്പൊ ഒരു ടൂർ പാക്കേജ് തന്നെ ചിലരെങ്കിലും യാത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളവരുണ്ടാവാം. സോ അവര് ഒരു നെഗറ്റീവ്ലി ഒരു അപ്രോച്ച് ആയിരിക്കും അവർ കാണിക്കുന്നത് അല്ലെ. ഭൂരിഭാഗം പേർക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവും, പക്ഷെങ്കിലും പേര് അതിനോട് എത്തുണ്ടാവും. അപ്പൊ ഏത് തരത്തില് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്ന ഒരു കാര്യം എത്തിക്കൊടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ്. പ്രധാനമായിട്ട് വേജസിന്റെ കാര്യമാണെങ്കിലും വർക്കിംഗ് കണ്ടീഷന്റെ കാര്യമാണെങ്കിലും ഈ പറഞ്ഞ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും എന്തെങ്കിലും വ്യത്യസ്തതകൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്, ആ ഇഷ്യൂസുകൾ വരാൻ സാധ്യതയുണ്ട്. However, one must not avoid the most important factor. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരു കാര്യം ഒരിക്കലും നമ്മൾ വെച്ചുകൂടാൻ പറ്റാത്തതാണ്, ദാറ്റ് ഈസ് സോഷ്യോളജിക്കൽ ഫാക്ടർ. ഓക്കെ, നമുക്കറിയാം സോഷ്യോളജിക്കൽ ഫാക്ടർ നമുക്ക് അതുകൊണ്ട് തന്നെ ഇത് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. എന്താണ് സോഷ്യോളജിക്കൽ ഫാക്ടർ എന്ന് പറയുന്നത്? സോഷ്യോളജിക്കൽ ഫാക്ടർ കൺസിസ്റ്റ് ഓഫ് ദ വാല്യൂ സിസ്റ്റം, എന്താണ് ട്രഡീഷൻസ്, പാറ്റേൺസ്, സിംബൽസ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർസെപ്ഷൻ ഓഫ് both the labor and the management that have an impact on the industrial relations in different ways. ഓക്കെ, നമുക്കറിയാം ഒരു മൂല്യങ്ങള് നമ്മളിപ്പോ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് ഓരോരുത്തരൊക്കെ ഏൽപ്പിക്കുമ്പോൾ ആ മൂല്യത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കണം അല്ലെ. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം കൊടുക്കണം. തീർച്ചയായിട്ടും ട്രഡീഷൻസ്, പാറ്റേൺസ് അല്ലെ, അവിടെ പരമ്പരാഗതമായിട്ട് എന്തെങ്കിലും ഫോളോ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്ത് പോകാനായിട്ടുള്ള ഒരു കർശന കാര്യങ്ങള് ആ നിലപാടുകൾ എടുക്കണം. പാറ്റേൺസ്, രീതികളിലെല്ലാം അല്ലെ, അത് വ്യത്യസ്തമായിട്ടുള്ള ബിഹേവിയറും കാര്യങ്ങളും നമുക്കറിയാം. ആ ഒരു വ്യത്യസ്തത ഉണ്ടെന്ന് വെച്ച് എപ്പോഴെപ്പോഴും നമുക്ക് പാറ്റേൺസ് ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റുമോ? ഇല്ല. ഇതാണ് ഇവിടുത്തെ സിസ്റ്റം അല്ലെ. ഈ ഇൻഡസ്ട്രിയിലെ വ്യവസായ സംരംഭത്തില് ചില പാറ്റേണുകളും ചില വാല്യൂ സിസ്റ്റംസ് ഒക്കെ അത് അതുപോലെ തന്നെ ഫോളോ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം. അത് വ്യത്യസ്തമായിട്ടുള്ള ബിഹേവിയറും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവരുടെ ഈ നിലപാടുകളിൽ വേരിയേഷൻസ് വരാൻ പറ്റില്ല അല്ലെ. സിംപിൾസ്, ആറ്റിറ്റ്യൂഡ്, മനോഭാവങ്ങള്, ധാരണകള്
അല്ലെങ്കിൽ ഓരോരുത്തർക്ക് മിനിയുടെ പൊസിഷനിലുള്ളവർക്കൊക്കെ സിംബൽസ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനൊന്നും വേരിയേഷൻസ് വരുത്താൻ പാടില്ല. അത് മസ്റ്റായിട്ടും കർശനമായിട്ടും ഈ സോഷ്യോളജിക്കൽ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോകണം. ഓക്കെ, എങ്കിൽ മാത്രമാണ് നമുക്കറിയാം എല്ലാവരും അതിനെ അനുസരിച്ച് കീപ്പ് ചെയ്ത് ഇൻഡസ്ട്രിക്ക് ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കാനായിട്ട് സന്നദ്ധരാകുന്നു. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് സോഷ്യോളജിക്കൽ ഫാക്ടേഴ്സ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. വാല്യൂ സിസ്റ്റം, ട്രഡീഷൻസ്, പാറ്റേൺസ്, സിംബൽസ്, ആറ്റിറ്റ്യൂഡ്സ് ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, എന്തായാലും തർക്കങ്ങളൊക്കെ വരാം, പക്ഷെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം ഫോളോ ചെയ്യാനായിട്ട് അവിടെയുള്ള എംപ്ലോയീസ് സന്നദ്ധരാകും, അല്ലെ? ആ ഒരു മനോഭാവം സ്വീകരിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഒരുപക്ഷെ നമുക്കറിയാം ഇത്രയും യൂണിറ്റ് ഉത്പാദിപ്പിക്കണമെന്ന് ഒരു കൗണ്ടർ പോയിന്റ് ഉണ്ടെങ്കിൽ, അല്ലെ, തീർച്ചയായിട്ടും നമ്മൾ അത് മസ്റ്റായിട്ട് കീപ്പ് ചെയ്ത് പോകണം. അത് കൂടുതൽ ഉത്പാദിപ്പിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അധികം പാരിതോഷികങ്ങൾ കൊടുക്കാം, പക്ഷെ കുറവ് ഉത്പാദിപ്പിക്കാനായിട്ട് ആരെയും, അല്ലെ, അനുവദിക്കാത്ത രീതിയിൽ കൊണ്ടുപോകണം. തീർച്ചയായിട്ടും നമുക്കറിയാം അങ്ങനെ ഒരു കൃത്യമായ ഒരു ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ, ഒരു രീതി ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു ഇൻഡസ്ട്രിക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത. ഓക്കെ അല്ലേ? വായിച്ചു നോക്കേണ്ടതുണ്ടോ? ഇനി നമുക്ക് നോക്കാനുള്ളത് ഗാന്ധിയൻ അപ്രോച്ചാണ്. തീർച്ചയായിട്ടും എടുത്ത് പോകാലോ. ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഓക്കെ, നോട്ട് ചെയ്ത് പോകേണ്ടതൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. നോട്ട് ചെയ്ത് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം ഗാന്ധിയൻ അപ്രോച്ച് എന്താണെന്നുള്ളത്. ഓക്കെ, ഗാന്ധിജിയുടെ കാര്യങ്ങൾ നമുക്ക് ഹിസ്റ്ററിയിൽ നന്നായിട്ട് അറിയാം, അല്ലെ? അദ്ദേഹത്തിന്റെ സമീപനം എന്താണെന്നുള്ളത്. Mahatma Gandhi is popular for his contributions towards the development of human beings and his beliefs of ahimsa and non-violence, which have left a remarkable impression on the world history. Okay, വേൾഡ്സ് ഹിസ്റ്ററി, അല്ലെ? അവിടെ പറയുകയാണെന്ന് നമുക്കറിയാം, രാജ്യം, അല്ലെ, നമുക്ക് ലോകമൊട്ടാകെ തന്നെ ചരിത്രത്തില് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഹ്യൂമൻ റിലേഷനോട്, ഹ്യൂമൻ ബിഹേവിയറിനോട്, അല്ലെ, വളരെ നല്ല രീതിയിൽ സമീപനമാണ് തീർച്ചയായിട്ടും ഗാന്ധിജി എടുത്തിരിക്കുന്നത്. ആ ഒരു സമീപനം എന്ന് പറയുന്നത് അഹിംസ, നോൺ വയലൻസ് കാര്യങ്ങളൊക്കെ, അല്ലെ, നമുക്കറിയാം. അല്ലെ, ആരെയും ദ്രോഹിക്കാതെ ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാനായിട്ട്, അല്ലെ, മറ്റു തരത്തില് ബുദ്ധിമുട്ടുകളൊന്നും സൃഷ്ടിക്കാതെ, ആരെയും വേദനിപ്പിക്കാതെ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ടുള്ള ഒരു രീതിയാണ് ഗാന്ധിജി, അല്ലെ, സമൂഹത്തിന് പകർന്നു തന്നിരിക്കുന്ന രീതി. അത് നമുക്കറിയാം വേൾഡ് ഹിസ്റ്ററിയിൽ തന്നെ സ്ഥാനം പിടിച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. He considered all human beings good and believed that the individuals are not the ones who are responsible for the problems, but it is the existence of the wrong systems which has led to several problems in the society. Okay, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താണ്? എല്ലാ ഹ്യൂമൻ ബീയിങ്സും ഗുഡാണ്, അല്ലെ, നല്ലതാണ്. എല്ലാ മനുഷ്യരും നല്ലതാണ്. പിന്നെ എന്താണ് പ്രശ്നം പറയുന്നത്? and believed that the individual are not the ones who are responsible for the problems, but it is the existence of the wrong system. അല്ലെ, അവിടെ നിലനിൽക്കുന്ന തെറ്റായ സിസ്റ്റങ്ങൾ, രീതികളാണ് അവയെ കൊണ്ട്, അല്ലെ, തെറ്റുകൾ ചെയ്യിപ്പിക്കാനായിട്ട് ഉത്തരവാദികളാക്കുന്നത്. എല്ലാ ഹ്യൂമൻ ബീയിങ്സും നല്ലതാണെന്നാണ് പറയുന്നത്, അല്ലെ, ഗുഡാണ്, എല്ലാ ബീയിങ്സും നല്ലതാണ്. പക്ഷെ അവിടെ നിലനിൽക്കുന്ന കുറെ സിസ്റ്റങ്ങളുണ്ട്. ആ സിസ്റ്റങ്ങളാണ് ഹ്യൂമൻ ബീയിങ്സിനെ കൊണ്ട് തെറ്റുകൾ ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഉത്തരവാദിത്വത്തിൽ നിന്ന്, അല്ലെ, ഒഴിഞ്ഞു മാറാനോ അല്ലെങ്കിൽ ഉത്തരവാദിത്വം നിറവേറ്റാതിരിക്കാനൊക്കെ ആയിട്ടുള്ള പ്രോബ്ലംസ് സൃഷ്ടിക്കുന്നത്. which has led to several problems in the society. ഇങ്ങനെ സൊസൈറ്റിയിലേക്ക് ഒരുപാട് പ്രോബ്ലംസ് വരികയാണ് ചെയ്യുന്നത്. He did not oppose strikes by workers, but they permitted this option to be the last resort when all available method of negotiations, conciliation and arbitration to restore peace have failed. Okay, അദ്ദേഹം പറയുന്നുണ്ട് എന്താണ്? നമ്മളുടെ സമാധാനത്തോടു കൂടിയിട്ടുള്ള അന്തരീക്ഷം സ്ഥാപിക്കാനായിട്ട് എന്തെങ്കിലും മധ്യസ്ഥത്തിൽ ഏർപ്പെട്ടോ അല്ലെങ്കിൽ ചർച്ചകൾ സംഘടിപ്പിച്ചോ, അല്ലെ, പരസ്പരം കൗൺസിലേഷൻ ഒക്കെ, അല്ലെ, പറഞ്ഞു തീർത്തോ ഒത്തുതീർപ്പാക്കിയോ നമ്മൾക്ക് പ്രശ്നങ്ങളൊക്കെ സമാധാനപൂർവ്വം നിർവഹിക്കാം. അതിനപ്പുറം, അല്ലെ, വീണ്ടും അങ്ങനെയൊന്നും നമുക്ക് സമാധാനം കണ്ടെത്താൻ പറ്റാത്ത സ്ഥിതി വരുമ്പോൾ ഒരു ലാസ്റ്റ് ഓപ്ഷൻ എന്ന നിലയിൽ സ്ട്രൈക്കിനെയും അദ്ദേഹം എന്താണ് അനുകൂലിക്കുന്നുണ്ട്. ആരെ? മഹാത്മാഗാന്ധി.
സ്ട്രൈക്കൊന്നും മോശമായിട്ടുള്ള കാര്യമാണെന്ന് അദ്ദേഹം പറയുന്നില്ല. കാരണം പീസ് എന്തായാലും സമാധാനത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് പല മാർഗങ്ങളുണ്ട് അല്ലെ. ആരെങ്കിലും മധ്യസ്ഥനെ വെച്ചിട്ടോ അല്ലെങ്കിൽ പരസ്പരം ചർച്ചകളിൽ പങ്കെടുത്തോ അല്ലെ, പരസ്പരം കോൺവെർസേഷൻ ഒക്കെ നടത്തിയിട്ടോ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകാനായിട്ട് ശ്രമിക്കാം. ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സ്ട്രൈക്ക് അല്ലെ. അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര അപ്രസക്തമായിട്ടുള്ള സ്ട്രൈക്ക് ഒന്നല്ല, പറഞ്ഞ അഹിംസ നോൺ കൂടിയ രീതിയിലൊക്കെയുള്ള സ്ട്രൈക്കുകളും കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, വീണ്ടും പറയുന്നു, he gave the concept of a trusteeship which contributed mainly towards industrial relations. എപ്പോഴും വിശ്വാസം അല്ലെ, അതാണ് എല്ലാത്തിനേക്കാളും പരമപ്രധാനം. he gave the concept of a trusteeship. ട്രസ്റ്റിഷിപ്പിനെ എന്ന കൺസെപ്റ്റ് ആരാണ് കൊണ്ടുവരുന്നത് നമുക്കറിയാം, ഗാന്ധിജി തന്നെയാണ്. അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, സംഭാവന ചെയ്യുന്നത് മെയിൻലി ടുവേർഡ്സ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആണ് അല്ലെ. വ്യവസായ ബന്ധത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒരു സംഭാവന എന്ന് പറയുന്നത് വിശ്വാസം അല്ലെ. എംപ്ലോയർ ഒക്കെ തമ്മിൽ നല്ലൊരു വിശ്വാസത്തില് നല്ല ധാരണയില് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് ആര് പറയുന്നത്, ഗാന്ധിജിയുടെ സമീപനത്തിൽ പറയുന്നത്. വീണ്ടും പറയുന്നു, he laid stress on maintaining the dignity of the employee by accepting each individual worker as a human being and emphasized non-violent communism. ഓക്കെ, നമുക്കറിയാം വലിയ തർക്കങ്ങളൊന്നുമില്ലാത്ത കമ്മ്യൂണിസത്തിനെ അദ്ദേഹം സ്വാഗതം ചെയ്യുന്നുണ്ട് അല്ലെ. അവിടെ അന്തസ്സ് നിലനിർത്താൻ വേണ്ടിയിട്ടൊക്കെ അത്തരത്തിലുള്ള കാര്യത്തിനെയും അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു. he went to the extent of saying that if communism comes without any violence it would be welcomed. അല്ലെ, അവിടെ വയലൻസ് ഒന്നുമില്ലാതെ അല്ലെ, ആരെയും ഉപദ്രവിക്കാത്ത കമ്മ്യൂണിസത്തെ ആര് വെൽക്കം ചെയ്യുന്നുണ്ട്, ഗാന്ധിജി വെൽക്കം ചെയ്യുന്നുണ്ട്, സ്വാഗതം ചെയ്യുന്നുണ്ട്. Briefly, according to the trusteeship theory, all the materialistic aspect of life, like property or any human achievement, is not the ownership of any one individual, rather it belongs to the entire society. അദ്ദേഹത്തിന്റെ ട്രസ്റ്റിഷിപ്പ് തിയറിയിൽ അല്ലെ, ആ തിയറിയിൽ പറയുന്നുണ്ട്, ഇൻ കേസ് ഏതെങ്കിലും ഹ്യൂമൻ ബീയിങ്ങിന് എന്തെങ്കിലും അല്ലെ, എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ, അച്ചീവ്മെന്റ്സ് നേട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ സ്വന്തം നേട്ടം മാത്രമല്ല, അത് സൊസൈറ്റിക്ക് അല്ലെ, മുഴുവൻ സൊസൈറ്റിക്ക്, മുഴുവൻ സമൂഹത്തിനും നൽകാനായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു അച്ചീവ്മെന്റ്സ് ആണ് അല്ലെ. അത് എന്റെ സ്വന്തം എന്നുള്ള രീതിയിലുള്ള അഹങ്കാരപൂർവമായിട്ടുള്ള റിലേഷൻസിനെ അദ്ദേഹം അല്ലെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. അത് പറയുന്നത് എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ അത് സമൂഹത്തിന്, എന്റെ മുഴുവൻ സമൂഹത്തിനും വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടതാണ്. This talent or skill can be taken as a gift of nature and no particular individual has the exclusive right over them. അത് അദ്ദേഹം സ്വന്തമായിട്ട് നേടിയതാണെന്ന് അവകാശപ്പെടാനായിട്ട് സാധിക്കില്ല. എന്താ പറയുന്നത്, അത് പ്രകൃതിയുടെ ഒരു വരദാനമാണെന്നുള്ള ഒരു കൺസിഡറേഷനിലായിരിക്കണം അല്ലെ. ആർക്കെങ്കിലും എന്തെങ്കിലും കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് എന്റെ സ്വന്തം നല്ല കഴിവുകളാണ്, ഞാൻ സ്വന്തം നേടിയതാണെന്നുള്ള ഒരു അഹങ്കാരം അവിടെ പങ്കുവെക്കുന്നില്ല. പറയുന്ന എന്താണ്, അത് മൊത്തമായിട്ട് ഗിഫ്റ്റ് ഓഫ് അല്ലെ. അത് കുറച്ചൊക്കെ നമുക്കറിയാം എന്റെ പ്രയത്നവും ആ പ്രയത്നത്തോടു കൂടിയിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്. പക്ഷെ അതിനപ്പുറം നമുക്കറിയാം ഇതൊരു നേച്ചറിന്റെ അല്ലെ, ഗിഫ്റ്റ് ഓഫ് നേച്ചർ ആണ് അല്ലെ. ഇത് പ്രകൃതിയുടെ വരദാനമാണെന്നുള്ള കൺസിഡറേഷനിൽ മറ്റുള്ളവർക്കെല്ലാം, സൊസൈറ്റിക്കെല്ലാം തന്നെ അത് ഉപകാരപ്രദമാക്കാം എന്നുള്ളതാണ്. ട്രസ്റ്റിഷിപ്പ് സിസ്റ്റം ഈസ് ദ unique concept compared to other contemporary industrial relation systems. Okay, അപ്പൊ ട്രസ്റ്റിഷിപ്പ് സിസ്റ്റം അനുസരിച്ചിട്ട് നമുക്കറിയാം അവകാശവാദം ഉപയോഗിക്കാതെ അല്ലെ, ഉന്നയിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടി യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു രീതിയാണ് അവിടെ പറയുന്നത് അല്ലെ. അവിടെ പറയുന്നുണ്ട്, ഗാന്ധിജിയുടെ അഭിപ്രായത്തില് വിത്തൗട്ട് അല്ലെ വയലൻസ് ഒന്നും ഇല്ലാതെ വേണമെങ്കിൽ ചർച്ചകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് പരിഹാരങ്ങൾ കണ്ടെത്താം. അറ്റ് ലാസ്റ്റ് ആണ് സ്ട്രൈക്കുകളെയൊക്കെ അദ്ദേഹം സ്വാഗതം ചെയ്യുന്നത്. ഞാൻ വീണ്ടും പറയുന്നുണ്ട്, എന്താണ് അവിടെ ഒരിക്കലും അല്ലെ, ദിസ് ട്രസ്റ്റിഷിപ്പ് സിസ്റ്റം ഈസ് എ യുണീക് കൺസെപ്റ്റ് കമ്പയർഡ് ടു അതർ കണ്ടംപററി ഇൻഡസ്ട്രിയൽ റിലേഷൻ സിസ്റ്റം. മറ്റ് റിലേഷൻ സിസ്റ്റംസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിന് അതിൻ്റെതായിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്, ഐക്യത്തോടു കൂടിയിട്ടുള്ള ഒരു ആശയമാണ് ഇവിടെ പ്രകടമാകുന്നത്. അതായത് വിശ്വാസം. ഇരുകൂട്ടരും വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് മുന്നോട്ട് പോകണം. തൊഴിലുടമയും തൊഴിലാളികളും വിശ്വാസാധിഷ്ഠിതമായിട്ട് മുന്നോട്ട് പോകണം. അതായത് വിശ്വാസം അവർ ജനിപ്പിക്കണം.
തൊഴിലാളികളിൽ വിശ്വാസം ജയിപ്പിക്കുക. നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം കിട്ടും എന്നുള്ള ഒരു മനോഭാവം അല്ലെ. അതിനനുസരിച്ചിട്ടുള്ള റിട്ടേണുകൾ തൊഴിലുടമ കൃത്യമായിട്ട് തന്നെ അവർക്ക് കൊടുക്കണം അല്ലെ. അധികം ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള നമുക്കറിയാം ബെനിഫിഷ്യൽ പാക്കേജുകൾ അവർക്ക് ലഭ്യമാക്കാം അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ട്രസ്റ്റ്ഷിപ്പ് അല്ലെ, അവിടെ ഒരു വിശ്വാസം വരുന്നു, ഒരു കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് അല്ലെങ്കിൽ നല്ലൊരു സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രവണത എന്താണ് എംപ്ലോയീസ് അവിടെ കാഴ്ചവെക്കുന്നത്. ഓക്കെയാണോ? ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ട്രസ്റ്റ്ഷിപ്പ് എന്ന് പറയുമ്പോൾ മഹാത്മാഗാന്ധിജിയുടെ അപ്രോച്ച് ആണെന്ന് ഓർത്ത് വെക്കുക. അദ്ദേഹം പറയുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്, എംപ്ലോയീസ് അല്ലെ, എംപ്ലോയീസിന്റെ കാര്യത്തിൽ പറയുന്നത് മെയിനായിട്ടും ട്രസ്റ്റ്ഷിപ്പ് ആണ് ചോദിച്ചു കാണാറുള്ളത്. ട്രസ്റ്റ്ഷിപ്പ് സിസ്റ്റം ഇസ് എ യൂണിക് കൺസെപ്റ്റ് കമ്പയർഡ് ടു അതർ കണ്ടംപററി ഇൻഡസ്ട്രിയൽ റിലേഷൻ സിസ്റ്റം. ഓക്കെ, അവിടെ സമകാലികമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ വിശ്വാസത്തില് അധിഷ്ഠിതമായിട്ടുള്ള രീതി കൈപറ്റി പോകുമ്പോൾ. അതേപോലെ തന്നെ അവിടെ പറയുന്ന ഒരു കാര്യം, ഓൾ ദ മെറ്റീരിയലിസ്റ്റിക് ആസ്പെക്ട് ഓഫ് ലൈഫ് ലൈക്ക് എ പ്രോപ്പർട്ടി ഓർ എനി ഹ്യൂമൻ അച്ചീവ്മെന്റ് ഇസ് നോട്ട് ദ ഓണർഷിപ്പ് ഓഫ് എനി വൺ ഇൻഡിവിജ്വൽ അല്ലെ. ഒരു ഇൻഡിവിജ്വലിന്റെ സ്വന്തം സ്വകാര്യ സ്വത്തായിട്ടല്ല എന്തെങ്കിലും നേട്ടങ്ങൾ നേടിയെടുക്കുമ്പോൾ. തീർച്ചയായിട്ടും നമുക്കറിയാം ഇവിടെ തൊഴിലുടമ ഇപ്പൊ എന്തെങ്കിലും നേട്ടങ്ങൾ നേടിയെടുക്കുമ്പോൾ അത് ഞങ്ങൾ ഇറക്കിയ ക്യാപിറ്റലിന്റെ റിട്ടേൺ ആണെന്നുള്ള ഒരു മനോഭാവം അല്ല കാണിക്കേണ്ടത്. തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയീസ് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തിട്ടാണ് ആ റിട്ടേൺ നേടിയെടുക്കാൻ പറ്റിയിരിക്കുന്നത് അല്ലെ, ആ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് കൊണ്ടുവന്ന് പോകാൻ സാധിച്ചിരിക്കുന്നത്. സോ സ്വന്തം റിസ്ക് ആണെന്നുള്ള രീതി മനോഭാവം വെടിഞ്ഞ് അല്ലെ അവരെയും കൂടി എംപ്ലോയിങ്ങിനെയും കൂടി ഉൾപ്പെടുത്തി എന്തെങ്കിലും പ്രോഫിറ്റ് ഷെയറിംഗ് ഒക്കെ നടത്തിക്കൊണ്ട് പോകണമെന്നാണ് ഇവിടെ ഉദ്ദേശിച്ചു വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ആണോ? യെസ്. 4 അപ്രോച്ചുകൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോകാം. ഓക്കെ അല്ലേ? അടുത്ത ഭാഗത്തേക്ക് പോകാം. സോഷ്യോ എത്തിക്കൽ അപ്രോച്ച് ആണ് നെക്സ്റ്റ്. ഓക്കെ അല്ലേ? വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്? സോഷ്യോ എത്തിക്കൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ നോക്കാം. ദിസ് അപ്രോച്ച് അസേർട്സ് ദാറ്റ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് നോട്ട് ഓൺലി ഹാസ് എ sociological base but also has some ethical consequence. ഓക്കെ, നമ്മള് അടുത്തൊരു സമീപനത്തിൽ പറയുന്നത് നോട്ട് ഓൺലി ഹാസ് എ സോഷ്യോളജിക്കൽ ബേസ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി സോഷ്യോളജിക്കൽ ബേസിൽ മാത്രം നമുക്ക് നോക്കിയാൽ പോരാ. ഈ പറഞ്ഞ മാതിരി അവര് വ്യക്തികള് ഈ പറഞ്ഞ വ്യത്യസ്ത ആറ്റിറ്റ്യൂഡും മനോഭാവവും കാര്യങ്ങളൊക്കെയാണെന്നൊക്കെയുള്ള കാര്യം നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ അത് മാത്രം നോക്കിയാൽ പോരാ, കുറച്ച് ധാർമ്മിക കാര്യങ്ങൾ കൂടി നോക്കിയിട്ട് വേണം അത് ക്രമീകരിക്കാനായിട്ട്. കാരണം ഇൻ കേസ് നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഒരു ഡോക്ടർ
ഒരു പേഷ്യന്റ്, ഒരു ക്രിമിനൽ കേസിലുള്ള ഒരു പേഷ്യന്റ് ആണ് അല്ലെ, ആ പേഷ്യന്റിനെ ഡോക്ടറിന്റെ അടുത്ത് സമീപനത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം നിയമവശങ്ങള് ഫേവറബിൾ ആക്കിയിട്ട് മാത്രം നമുക്ക് ഡോക്ടറിന് പേഷ്യന്റിനെ ശുശ്രൂഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ ഒപ്പം തന്നെ തീർച്ചയായിട്ടും അദ്ദേഹം പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് അല്ലെ, നമ്മുടെ മുന്നിൽ വരുന്ന പേഷ്യന്റ് അതേ എന്നെ കൊണ്ടാവും വിധം അല്ലെ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്നുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം കൂടി ആ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഉണ്ടാവും. സാധ്യതയില്ലേ? ഉണ്ടാവില്ലേ? നഴ്സുമാരാണെങ്കിലും ഡോക്ടേഴ്സ് ഒക്കെ ആണെങ്കിലും ആ മനുഷ്യ അല്ലെ ഒരു വയ്യാത്ത പേഴ്സൺ ആണെങ്കിൽ ധാർമ്മിക അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനോട് ചില പരിഗണനകൾ കൊടുക്കേണ്ടതുണ്ട് അല്ലെ, അറിയാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു സാഹചര്യം അവൈലബിൾ ആണെങ്കിൽ അത് കൊടുക്കേണ്ടതാണ് അല്ലെ. നിയമാവശങ്ങൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, നിയമവശത്തിന്റെ ബേസിൽ ക്രിമിനൽ ആയിട്ടുള്ള ഒരു പേഴ്സണെയാണ് ട്രീറ്റ്മെന്റിന് കൊണ്ടുവരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിയമവശങ്ങൾ അത് കീപ്പ് ചെയ്യണം. പക്ഷെ ഇവിടെ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള അവകാശം അവർക്ക് നിഷേധിക്കരുത് അല്ലേ, ശരിയല്ലേ? എന്റെ വരൂലേ? ഓക്കെ, രണ്ടും ഒന്നിച്ച് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമാണ് അല്ലെ. എന്നാ നമുക്കറിയാം ചിലര് അതിന് അല്ലെ ആ ഒരു പ്രൊഫഷനുമായിട്ട് കുറച്ചും കൂടി കൂറുള്ളവര് തീർച്ചയായിട്ടും ആ മനുഷ്യന്റെ അല്ലെ ഏത് കണ്ടീഷനാണോ അദ്ദേഹം എന്തായിക്കോട്ടെ മനുഷ്യൻ എന്നുള്ള പരിഗണന അനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കാനായിട്ടുള്ള ഒരു പരിഗണന അദ്ദേഹം ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതായിരിക്കും. പക്ഷെ നിയമവശങ്ങൾ സമൂഹത്തിൽ പാലിച്ചു പോകേണ്ടത് കൊണ്ട് തീർച്ചയായിട്ടും നിയമവശങ്ങൾ കൺസിഡർ ചെയ്തു പോകണം അല്ലെ. അപ്പൊ ഇവിടെ എത്തിക്കലായിട്ടുള്ള അപ്രോച്ച് സമീപനം കൂടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതായത് എനിക്ക് തൊഴിലാളികളുടെ കൊണ്ട് പണിയിരിക്കുമ്പോൾ എടുപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ വേണമെങ്കിൽ അവരുടെ വയ്യായി കൊണ്ട് ചില ദിവസങ്ങളിലെങ്കിലും അവർക്ക് അല്ലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സോ അങ്ങനത്തെ കേസുകളിൽ ധാർമ്മികമായിട്ടുള്ള മൂല്യത്തിനും കൂടി പരിഗണന കൊടുക്കണം. രണ്ടുപേരില്ലേ? ചിലപ്പോൾ ലീവ് കൊടുക്കാത്ത സ്ഥാപനമായിരിക്കാം അല്ലെ, ഇത്രയും ഡേയ്സിന് കൂടുതൽ ലീവ് അനുവദിക്കാത്തതായിരിക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ കേസിൽ ചിലപ്പോൾ വേണമെങ്കിലും വയ്യായിക നിമിത്തം ലീവ് അധികം എടുക്കേണ്ടത് ആ ധാർമ്മിക പരിഗണന കൊടുക്കാനായിട്ടുള്ള മൂല്യം അത് കാത്തു സൂക്ഷിക്കണം. കേസ് അതോടുകൂടി അദ്ദേഹത്തിന്റെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക എന്നുള്ള ഒരു നേച്ചർ അത് സ്വാഭാവികമായിട്ടും അംഗീകരിക്കാൻ പറ്റാത്തതാണ് അല്ലെ, ശരിയല്ലേ? അതിനും പരിഗണന വേണ്ടി വരുമോ? ആ ഒരു സമീപനം എടുക്കേണ്ടതായിട്ട് വരുമോ? സോഷ്യോ എത്തിക്കൽ അപ്രോച്ച്, അതായത് ധാർമ്മിക മൂല്യങ്ങൾ കൂടി പരിഗണന കൊടുക്കണം. ആ സമീപനം കൂടി അവിടെ കീപ്പ് ചെയ്യണം. പറഞ്ഞ മാത്രമേ this approach asserts that industrial relations not only has a sociological base but also has some ethical consequence അല്ലെ. ധാർമ്മികമായിട്ടുള്ള പരിണിത ഫലങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയും കൂടി കൺസിഡർ ചെയ്തിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ, ആ ബന്ധം നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അല്ലാതെ പക്ഷെ നമുക്കറിയാം നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് പോകാനായിട്ട് പറ്റാത്ത അവസ്ഥ വരും. Okay, according to this approach for maintaining good industrial relations, it is necessary that the labor and the management understand their ethical responsibilities towards good industrial relations. Okay, നല്ലൊരു വ്യവസായ ബന്ധം നിലനിർത്തി പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഇത്തരത്തിലുള്ള ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കണം അല്ലെ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത എംപ്ലോയീസ് വേറെ ജോലി എനിക്ക് ലീവ് അനുവദിക്കുന്നില്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് നിർത്തിപ്പോകാൻ അടുത്ത സ്ഥാപനത്തിൽ ജോലി തേടി പോകുന്ന അദ്ദേഹം പറയും അല്ലെ, ശരിയല്ലേ? ആണോ? അത്യാവശ്യം തന്നെ അല്ലെ. ഇപ്പൊ ഉള്ള ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളിലും നല്ല ഹാർഡ് വർക്ക് ചെയ്ത പേഴ്സൺ ആയിരിക്കും. എന്തെങ്കിലും ഒരു വയ്യായിക വന്നിട്ട് അദ്ദേഹത്തിന് കർശനമായിട്ടുള്ള നിലപാടുകളിലേക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അദ്ദേഹം ആ ജോലി ഇട്ടിട്ട് പോകും അല്ലെ. കാരണം നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ധാർമ്മിക കാര്യങ്ങൾ കൂടി മൂല്യങ്ങൾക്കും കൂടി പ്രാധാന്യം കൊടുത്തിട്ട് വേണം റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് പോകാനായിട്ട് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക. ഇറ്റ് ഈസ് നെസസറി that the labor and management understand their ethical responsibilities towards the good industrial relations. This can only be achieved with the help of a mutual cooperation and by developing sensitivity towards each other's issues. Okay, നമുക്കറിയാം ഇരുകൂട്ടരും നല്ല രീതിയിലുള്ള മ്യൂച്വൽ ആയിട്ടുള്ള കോർപ്പറേഷൻ അല്ലെ, ഇരുകൂട്ടരും നല്ല രീതിയിലുള്ള സഹകരണത്തോട് കൂടിയിട്ടാണ് ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. സെൻസിറ്റിവിറ്റിയോട് കൂടിയിട്ട് നമ്മൾ നോക്കണം അല്ലെ. ചില കാര്യങ്ങളൊക്കെ പരിഗണന കൊടുക്കേണ്ടതുണ്ടെങ്കിൽ പരിഗണന കൊടുക്കണം. കാരണം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇങ്ങനെയായിരിക്കും അല്ലെ, അവിടെ കൃത്യമായിട്ടൊരു സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. അത് കർശനമായിട്ടൊക്കെ തന്നെ പാലിച്ചു പോകണം. പക്ഷെ
നമുക്കറിയാം ചില കാര്യങ്ങൾ കൂടി സെൻസിറ്റിവിറ്റിയോട് കൂടിയിട്ട് നമ്മൾ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് അർഹിക്കുന്നതാണെങ്കിൽ അത് കൊടുത്ത് മ്യൂച്വൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പോട് കൂടിയിട്ട് മുന്നോട്ട് പോയാലാണ് ഇൻഡസ്ട്രിക്ക് ഡെവലപ്പ് ഉണ്ടാവും. ഓക്കെയാണോ? സോഷ്യൽ എന്താണ് സോഷ്യോ എത്തിക്കൽ അപ്രോച്ച് എന്നുള്ളത്? അപ്പോ ആ ഒരു പോയിന്റ്സ് നോക്കാം. അതിൽ പറയുന്നുണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് നോട്ട് ഓൺലി ഹാസ് എ സോഷ്യോളജിക്കൽ ബേസ് ബട്ട് ഓൾസോ ഹാസ് സം ഡാഷ് കോൺസിക്വൻസസ് എന്ന് വെച്ചാൽ എത്തിക്കൽ കോൺസിക്വൻസസിനെ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ലാസ്റ്റ് പോയിന്റും കൂടി ഉള്ളത് സിസ്റ്റം അപ്രോച്ച് ആണ്. എടുത്ത് നോക്കാം. അതില് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട്. നല്ല കുഴപ്പമില്ല, നമുക്ക് എന്താണെന്ന് നോക്കാം. ഡൺലപ്പ് സിസ്റ്റം അപ്രോച്ചിൽ എന്താ പറയുന്നത്? ജോൺ ഡൺലപ്പ് has developed a system approach to industrial relations. ഓക്കെ, ഡൺലപ്പ് ജോൺ ഡൺലപ്പ് ആണ് ഈ പറഞ്ഞ സിസ്റ്റം അപ്രോച്ച് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ആ ഒരു അപ്രോച്ചിനെ ഡൺലപ്പ് സിസ്റ്റം അപ്രോച്ച് എന്ന് പ്രത്യേകം എടുത്ത് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യാം. എന്താണ്? ജോൺ ഡൺലപ്പ് ഹാസ് ഡെവലപ്ഡ് എ സിസ്റ്റം അപ്രോച്ച് ടു ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. ഈ സിസ്റ്റം അപ്രോച്ച് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ജോൺ ഡൺലപ്പ് ആണ്. ഓക്കെ, according to Dunlop, an industrial relations system at any one time in its development is regarded as composed of certain actors, certain contexts, and ideology which binds the industrial relations system together, and a body of rules created to govern the actors at the workplace and the work community. ഓക്കെ, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് അതായത് എലമെന്റ്സ് ഓഫ് സിസ്റ്റം അപ്രോച്ച് അത് കൃത്യമായിട്ട് തന്നെ ഇവിടെ പറയുന്നുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് പാലിച്ചു പോയാലാണ് ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോ അതില് എന്താണ് എലമെന്റ്സ് ഓഫ് സിസ്റ്റം അപ്രോച്ച് എന്നുള്ളത് നമ്മൾ പഠിച്ചു പോകണം. അതായത് സർട്ടൈൻ ആക്ടേഴ്സ്, അതായത് അതില് ആക്ടേഴ്സ് ഉണ്ട്, നമുക്കറിയാം. എംപ്ലോയർ, എംപ്ലോയി, ഗവൺമെന്റ് എല്ലാം അവിടെ പരസ്പരം നല്ല ബെറ്ററായിട്ട് റിലേറ്റ് ചെയ്ത് പോകേണ്ടവരാണ്. നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം, എങ്കിൽ മാത്രമാണ് ഇൻഡസ്ട്രിക്ക് ഡെവലപ്മെന്റ് ഉള്ളൂ എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെയുള്ള ആ ഒരു എനിക്ക് തോന്നുന്നു ഈ ഒരു എലമെന്റ്സ് പഠിച്ചു കഴിയുമ്പോൾ ഒരു ഡെഫിനേഷൻ പഠിക്കുന്നതായിരിക്കും എളുപ്പം. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് എലമെന്റ്സ് ഓഫ് എ സിസ്റ്റം അപ്രോച്ച്, ദ ബേസിക് എലമെന്റ്സ് ഓഫ് എ സിസ്റ്റം അപ്രോച്ച് ആർ ആസ് ഫോളോസ്. ഫസ്റ്റ് വൺ എന്താണ്? എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, ദെൻ പാർട്ടിസിപ്പൻസ് ഇൻ ദ സിസ്റ്റം, ദെൻ ഔട്ട്പുട്ട്സ്. അതായത് മെയിൻ ആയിട്ട് നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ചിരുന്ന പാർട്ടിസിപ്പൻസ്, ഒരു ഇൻഡസ്ട്രിയിലാണെങ്കിൽ അവിടെ തൊഴിലുടമയും തൊഴിലാളികളും, തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് യൂണിയനുകൾ, തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ട് ആരായിരിക്കും? നമ്മൾ എപ്പോഴെപ്പോഴും പഠിച്ചു പോകാറുള്ള കാര്യമാണ്. തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് യൂണിയനുകൾ, തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ട് ആരാണ്? മാനേജ്മെന്റ്, ദെൻ ഗവൺമെന്റ് അല്ലെ. അവിടെ തീർച്ചയായിട്ടും ഗവൺമെന്റിന് വേണ്ടിയിട്ട് നമുക്കറിയാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് അല്ലെ. ആ കോർട്ടും കോടതികളൊക്കെയാണ് തീർച്ചയായിട്ടും ഈ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാനുള്ളത്. അങ്ങനെ പാർട്ടിസിപ്പൻസ് ഇൻ ദ സിസ്റ്റം ഉണ്ട്. ദെൻ അതേപോലെ തന്നെ നമുക്കറിയാം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ, എക്കണോമിക്കൽ ചേഞ്ചസ് എല്ലാം തന്നെ നമ്മൾ കൊണ്ടുപോകണം. ടെക്നോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, മാർക്കറ്റ്, എക്കണോമിക്, ബഡ്ജറ്ററി കൺസ്ട്രെയിൻസ്, then balance or a distribution of power. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റ് നിലവാരങ്ങളും സാങ്കേതിക വിദ്യകളും അല്ലെ, അവിടെ ഡിസ്ട്രിബ്യൂഷൻ പവറും അധികാരങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഒത്തിണങ്ങി ചേർത്ത് ഇൻഡസ്ട്രിയോട് കൂട്ടിച്ചേർത്ത് നമ്മൾ റിലേറ്റ് ചെയ്ത് പോകണം. അതിനൊപ്പം തന്നെ നമുക്കറിയാം നല്ല രീതിയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കീപ്പ് ചെയ്ത് പോയാലാണ് നമുക്ക് ഇൻഡസ്ട്രിയെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഡെവലപ്പിന്റെ സിസ്റ്റം അപ്രോച്ചിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് അവിടെയുള്ള വർക്കേഴ്സ്, തൊഴിലുടമ, തൊഴിലാളികളെ, യൂണിയൻ അവരെയൊക്കെ നല്ല രീതിയിൽ കീപ്പ് ചെയ്ത് നല്ല റിലേഷൻഷിപ്പോട് കൂടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് മാത്രം പോയാൽ പോരാ. പിന്നെ അതിനപ്പുറം എന്ത് വേണം? തീർച്ചയായിട്ടും നമുക്കറിയാം മാർക്കറ്റും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിച്ച് വിലയിരുത്തി അതിനോട് ചേർന്ന വിധത്തിൽ നമ്മൾ പ്രവർത്തിക്കണം. അത് മാത്രമല്ല നമുക്കറിയാം നല്ല നല്ല രീതിയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും അവിടെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റൈലും സിസ്റ്റം ഒക്കെ
അവിടെ ഫോളോ ചെയ്ത് ആ ഇൻഡസ്ട്രി മുന്നോട്ട് പോയാലാണ് ഇൻഡസ്ട്രിക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ അവരുടെ സമീപനത്തിൽ അത് ഡെവലപ്പ് സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഡെവലപ്മെന്റ് സിസ്റ്റത്തിൽ പറയുന്നത് industrial relations system at any one time in its development is regarded as composed of certain actors. അതിൽ എന്തെങ്കിലുമൊക്കെ ഡെവലപ്മെന്റ് വരണമെങ്കിൽ അതിൽ എന്തെല്ലാം ഉൾപ്പെടണം? certain actors ഉണ്ട്, ആ ആക്ടേഴ്സ് ഹാപ്പി ആയിരിക്കണം, certain കണ്ടസ്റ്റുകൾ അല്ലെ അവിടെ ഉള്ള തീർച്ചയായിട്ടുള്ള കുറെ ഗവൺമെന്റ് അല്ലെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ ഐഡിയോളജി വിച്ച് ബീങ് വിത്ത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് സിസ്റ്റംസ് ടുഗദർ ആൻഡ് ബോഡി റൂൾസ് ആൻഡ് ക്രിയേറ്റഡ് അല്ലെ അവിടെ കുറെ സിദ്ധാന്തങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസും എല്ലാം തന്നെ ഗവൺ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് തീർച്ചയായിട്ടും നമുക്ക് ആ ഇൻഡസ്ട്രിയെ ഡെവലപ്മെന്റ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ, വികസിത രൂപത്തിലേക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ആ വർക്ക് പ്ലേസും കമ്മ്യൂണിറ്റി ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ പൊരുത്തപ്പെട്ട് പോകാനായിട്ട് സാധിക്കും അല്ലെ. കാരണം എല്ലാവരായിട്ടും നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് ആണ് അവിടെ കീപ്പ് ചെയ്യുന്നത്. എല്ലാ റൂൾസിലും അതിൻ്റെതായിട്ടുള്ള മനോഭാവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ദെൻ അങ്ങനെ ഇൻഡസ്ട്രിയെ ഡെവലപ്പ് ചെയ്ത് എടുക്കാം എന്നുള്ളതാണ്. ജസ്റ്റ് നമുക്ക് വീണ്ടും അതിന്റെ ആ ഒരു കാര്യങ്ങൾ കുറച്ചും കൂടി ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നുണ്ട്. എന്താണെന്നുള്ളത് നോക്കാം. പാർട്ടിസിപ്പൻസ് ഇൻ ദ സിസ്റ്റം. Participants in the system നമുക്കറിയാം എന്താണ്? The three key participants are the union, management and government. പാർട്ടിസിപ്പൻസ് ആണ് ഏതൊരു ഇൻഡസ്ട്രിയിലും ഉണ്ടാവുക. That interact with the social and economic structure, and these interactions involve three main levels known as the subsystem of industrial relation system as termed by Dunlop. ഓക്കെ, അതായത് ഇത്തരത്തിലുള്ള ഈ റിലേഷൻഷിപ്പ് അല്ലെ നല്ല രീതിയിലുള്ള ആ ഒരു പങ്കാളിത്തം അവരെ നല്ല ബെറ്റർ റിലേഷൻഷിപ്പോട് കൂടിയിട്ട് കൊണ്ടുപോകുകയാണെങ്കിലാണ് തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ എക്കണോമിക് സിസ്റ്റം തീർച്ചയായിട്ടും നമുക്കറിയാം തൊഴിലാളികൾക്ക് അവർക്ക് കൃത്യമായിട്ട് ഡ്യൂട്ടി ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള ഇൻകം കിട്ടണം. യൂണിയൻ നേതാക്കൾ പ്രത്യേകമായിട്ട് ബാർഗെയിൻ ചെയ്യുന്നത് അവരെ ഡ്യൂട്ടിക്ക് അനുസരിച്ചിട്ടുള്ള ഇൻകംസ് അവിടെ ഇഷ്യൂസുകൾ അല്ലെ അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസുകൾക്കൊക്കെ പരിഹാരങ്ങളാണ് കണ്ടെത്തുന്നത്. സോ എക്കണോമിക് സ്ട്രക്ചർ അതിനനുസരിച്ചിട്ടുള്ള ഘടന അല്ലെ സാമ്പത്തിക ഘടന അതുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവര് തമ്മിലുള്ള തർക്കങ്ങളൊക്കെ പരിഹരിച്ചു പോകാനായിട്ട് ആ മൂന്ന് കൂട്ടരും തമ്മിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം. അപ്പോ അതിനെ ആ ഒരു സിസ്റ്റത്തിനെ പറയുന്നതാണ് സബ്സിസ്റ്റം അല്ലെ, സബ്സിസ്റ്റം ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. സബ്സിസ്റ്റം ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസിലെ മൂന്ന് പങ്കാളികൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? യൂണിയൻ, മാനേജ്മെന്റ് ആൻഡ് ഗവൺമെന്റ്. ഓക്കെ, യൂണിയൻ ആർക്ക് വേണ്ടിയിട്ടാണ്? എംപ്ലോയിക്ക് വേണ്ടിയിട്ട്, മാനേജ്മെന്റ് എംപ്ലോയർക്ക് വേണ്ടിയിട്ട്, ആൻഡ് ഗവൺമെന്റിന് വേണ്ടിയിട്ടാണ് അവിടെ നമുക്കറിയാം കോടതികളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോ സബ്സിസ്റ്റം ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻ സിസ്റ്റം ബൈ ഡെവലപ്പ് അല്ലെ. ഇതിനെ ഈ ഒരു എക്കണോമിക് ഈ ഒരു ബന്ധത്തിനെ യൂണിയൻ, മാനേജ്മെന്റ് ആൻഡ് ഗവൺമെന്റ് ബെറ്റർ റിലേഷൻഷിപ്പിനെയാണ് സബ്സിസ്റ്റം ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻ സിസ്റ്റം എന്ന് വിശേഷിപ്പിക്കുന്നത്. അത് ആരാ വിശേഷിപ്പിക്കുന്നത്? ഡെവലപ്പാണ് വിശേഷിപ്പിക്കുന്നത്. ഐഡിയോളജിക്കൽ ലിങ്കിങ്. എന്താണ് ഐഡിയോളജിക്കൽ ലിങ്കിങ് എന്ന് പറയുന്നത്? നമുക്ക് എടുത്തു കഴിയാൻ പറ്റും തോന്നുന്നില്ല, എനിക്കാണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പോയിന്റ് വെച്ച് തന്നെ നിർത്താം. ജസ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയോ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത്? ഡെവലപ്പ് സിസ്റ്റം അപ്രോച്ച് ഒക്കെയാണോ എന്താണെന്നുള്ളത്? ഒക്കെയാണോ? ചെറുതായിട്ടെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ ഡെവലപ്പ് സിസ്റ്റം അപ്രോച്ച് എന്താണെന്നുള്ളത്? അദ്ദേഹത്തിന്റെ വീക്ഷണത്തില് ഇൻഡസ്ട്രിയില് മൂന്ന് കാര്യങ്ങൾ അല്ലെ പ്രധാനമായിട്ട് നമ്മൾ ഒറ്റയടിക്ക് ആ മൂന്ന് കൂട്ടരെ മാത്രം തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ പോരാ, പിന്നെ ഇതുകൂടി നോക്കണമെന്നാ പറയുന്നത്. പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങള്, മാർക്കറ്റ് അല്ലെ അതെല്ലാം ആ വ്യവസായ സംരംഭവുമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി കൺസിഡർ ചെയ്യണം. അത് മാത്രം പോരാ, നല്ല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിലാണ് ഒരു ഓർഗനൈസേഷൻ ഒരു ഇൻഡസ്ട്രിക്ക് നല്ല രീതിയിൽ മൂവ് ചെയ്യാനായിട്ട് ഡെവലപ്മെന്റോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ചെറിയൊരു ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? റെസ്പോണ്ട് ഇല്ല? ഓക്കെ ആണോ? ഓക്കെ ആണ്. യെസ്, ഞാൻ എനിക്ക് തോന്നുന്നു ഇത് അല്ലെ ഞാൻ എപ്പോഴും പറയുന്ന മാതിരി മെസ്സേജ് നോക്കിയാണ് ഞാൻ ഇരിക്കുന്നത്. സ്ക്രീൻ ഇത് പ്രസന്റേഷൻ ഉള്ള കാരണം കൊണ്ട് അത് ശ്രദ്ധിക്കാറുണ്ട്. ഓക്കെ, എനിവേ നിങ്ങൾ ഓക്കെയാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി ബാലൻസ് കൂടി എടുക്കാം. അതൊന്നും കൂടി ഫൈനലൈസ് ചെയ്തിട്ട് നമുക്ക് അപ്രോച്ച് അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.